ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ഈ അടുത്ത് വ്യാപകമായിട്ട് ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, പല ആൾക്കാരും കല്യാണത്തിന് പേടി എന്ന അവസ്ഥ. പ്രത്യേകിച്ച് ഞാൻ കല്യാണം കഴിക്കുന്ന വ്യക്തി നാർസിസിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ ഉൾക്കൊള്ളാത്ത, എന്നെ കുറ്റപ്പെടുത്തുന്ന, എന്നെ കൺട്രോൾ ചെയ്യുന്ന, എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളായാൽ ഞാൻ പെട്ടുപോകില്ല എന്നുള്ളതാണ് പല ആൾക്കാരുടെയും സംശയം. പ്രത്യേകിച്ച് ഇപ്പോൾ നാർസിസിസ്റ്റിൻ്റെ വീഡിയോ ഒരുപാട് അധികം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സാഹചര്യമായതുകൊണ്ട് ആ പേടി ഒന്നും കൂടി എന്നുള്ളതാണ് പറയുന്നത്. എനിക്കും തോന്നുന്നത് ഈ ഒരു കാര്യം സത്യമായിരിക്കും. പ്രത്യേകിച്ച് ഇത്തരം വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേടി, ആശങ്ക ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്രത്യേകിച്ച് നാർസിസിസ്റ്റായ വ്യക്തി എന്ന് പറയുമ്പോൾ അഹങ്കാരിയായ, തൻ്റെ താല്പര്യം മാത്രം നോക്കുന്ന, മറ്റുള്ളവരെ ഒട്ടും പരിഗണിക്കാത്ത, മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ്, ചൂഷണം ചെയ്യുന്നൊരു വ്യക്തി. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ കല്യാണം കഴിക്കുക എന്ത് ചെയ്താലും പ്രയാസം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണോ? അല്ല എന്നാണ് ഉത്തരം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാർസിസിസ്റ്റുമായിട്ട് പല രീതിയിൽ ബന്ധമുണ്ടാവാം. പ്രത്യേകിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ നാർസിസിസ്റ്റ് ആവാം, മക്കൾ ആവാം, അതേപോലെ സഹോദരങ്ങളാവാം, അതുപോലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആവാം. പല രീതിയിൽ ഈ ബന്ധങ്ങളിങ്ങനെ കെട്ടിപ്പണിഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും നമ്മൾ അറിയാണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. നമ്മുടെ മാതാപിതാക്കൾ ആരാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതേപോലെ നമ്മുടെ സഹോദരങ്ങളെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? അതൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാത്രമാണ് കല്യാണം ആരെ കഴിക്കാമെന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ ഒരു യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞാൽ, ഒരു നാർസിസിസ്റ്റിനെ നിങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി കരുതാണ്, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. എന്തുകൊണ്ട് കഴിക്കുന്നില്ല? ഞാൻ കല്യാണം കഴിക്കുന്ന ആൾ നാർസിസിസ്റ്റായി പോവും, അതോടെ എൻ്റെ ജീവിതം തന്നെ തകർന്നു പോകും. അക്കാരണം കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചോ? അപ്പോൾ ആക്ച്വലി ഇങ്ങനെ കല്യാണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും, അങ്ങനെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് സുഹൃത്തായോ മറ്റോ ഒരാൾ വന്നു, നാർസിസിസ്റ്റായ ഒരു വ്യക്തി വന്നു എന്ന് വിചാരിച്ചോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ പതുക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അത് റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കാനും കല്യാണത്തിലേക്ക് എത്തിക്കാനും അയാൾക്ക് ഈസി ആയിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നാർസിസിസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നർത്ഥം. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്റ്റും കൂടി പറഞ്ഞുതരാം. നാർസിസിസ്റ്റ് ഒരുപാട് ആൾക്കാർ കല്യാണം കഴിക്കുന്നത് പ്രണയത്തിലൂടെയാണ്. അതും ആദ്യത്തിൽ നല്ല റെസിസ്റ്റ് ചെയ്ത് എനിക്ക് കല്യാണമേ താല്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തികളെ വരെ അവർ വലയിലാക്കും. ചില ഘട്ടങ്ങളിലൊക്കെ ഞാൻ കണ്ട ചില കാഴ്ചകൾ പറയാം. നാർസിസിസ്റ്റായ വ്യക്തി ഏതെങ്കിലും വീട്ടിലേക്ക് കല്യാണം ആലോചിച്ച് പോകും. ആ വീട്ടിലെ ആൾക്കാർ ഇയാളെപ്പറ്റി കൃത്യമായി പഠിച്ച് ആ ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിച്ചോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്ക്, നാർസിസിസ്റ്റായ വ്യക്തിക്ക് ആ പെൺകുട്ടിയെ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ നല്ല തന്ത്രപരമായിട്ട് ഇടപെടുകയും ആ പെൺകുട്ടിയെ വലയിലാക്കുകയും ചെയ്യും. ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി തന്നെ എനിക്ക് അയാൾ മാത്രം മതി എന്ന് പറയുന്ന ഷഡിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നാർസിസിസ്റ്റ് ഒരു വ്യക്തിയെ ആരെങ്കിലും നോട്ടമിട്ട് കഴിഞ്ഞാൽ അയാളെ അട്രാക്റ്റ് ചെയ്ത്, അയാളെ ലവ് ബോംബ് ചെയ്ത്, അയാളെ സുഖിപ്പിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എത്ര കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാർസിസിസ്റ്റ് നിങ്ങൾ വിചാരിച്ചോ അവർ നിങ്ങളെ ലൈഫിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേടിക്കൊരു അർത്ഥമില്ല. യഥാർത്ഥത്തിൽ നാർസിസിസ്റ്റിനെ കണ്ടെത്താനുള്ള ടൂളൊന്നും സാധാരണക്കാർക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ പേടിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല, മനസ്സിലായല്ലോ. നേരെ മറിച്ച് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് എത്തുകയും നാർസിസിസ്റ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിൻ്റെ സൂചനകൾ കിട്ടുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു എക്സ്പെർട്ടിനെ കാണുകയും ആ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ബന്ധത്തിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും, ആ ബന്ധം മുന്നോട്ട് പോവില്ലെങ്കിൽ അതിനെ വേർപിടിക്കാനുള്ള വഴികളൊക്കെ ചെയ്തു തരും. അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂവിൽ പേടിച്ച് നിന്നിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. പേടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ കല്യാണം കഴിക്കൂല, ഒരു ഘട്ടം കഴിയുമ്പോൾ 10, 30, 40 വയസ്സാകുമ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ ചിതറിപ്പോവുകയും നമുക്ക് ഫ്രണ്ട്സൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ആ സമയത്ത് ഉറപ്പായിട്ടും ഒരു പാർട്ട്ണറെ വേണമെന്നുള്ള ഒരു ചിന്തയിൽ നമ്മളിങ്ങനെ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക്, നാർസിസിസ്റ്റായ അല്ലെങ്കിൽ അത്തരം സെൽഫിഷായ ആൾക്കാർക്ക് ലൈഫിൽ ഇടപെടാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് പല ആൾക്കാരും പറയുന്നത്, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് പേടിയാണ്, എനിക്ക് ഒരാളോട് കമ്മിറ്റ് ഇടാൻ പേടിയാണ് എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാർസിസിസ്റ്റ് മുതലാക്കുന്നത് അങ്ങനെയാണ്. നാർസിസിസ്റ്റിന് ഈ കമ്മിറ്റ്മെൻറ്റ് താല്പര്യമില്ലാത്ത വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് അവർക്ക് ലിവിങ് ടുഗദറൊക്കെ നല്ലോണം ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ലിവിങ് ടുഗദർ ആയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമയം എൻജോയ് ചെയ്യുകയും അവരുടെ ലൈഫിൽ മാക്സിമം ട്രോമ ഇട്ട് കൊടുത്ത് എളുപ്പത്തിൽ തന്നെ ഒഴിവാക്കുകയും വീണ്ടും വേണമെങ്കിൽ വീണ്ടും വരാനൊക്കെ പറ്റും. പക്ഷേ ഒരു മാരേജ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ, പ്രത്യേകിച്ച് ഫാമിലിക്ക് ഇടപെട്ടൊരു കേസിലാണെങ്കിൽ എളുപ്പത്തിൽ അങ്ങനെ ഊരാൻ സാധിക്കില്ല. അതുകൊണ്ട് കുറച്ചും കൂടി അവർക്ക് എളുപ്പം എന്ന് പറയുന്നത് ലിവിങ് ടുഗദറാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കും, ലിവിങ് ടുഗദറിലെ ബെറ്റർ. പ്രത്യേകിച്ച് അയാൾ നമ്മളെ ലൈഫിൽ നിന്ന് പോയി, അപ്പോൾ സമാധാനമില്ലേ? അങ്ങനെയല്ല. പ്രത്യേകിച്ച് നല്ല ട്രോമ ഒക്കെ ഉണ്ടാക്കി, ട്രോമ ബോണ്ടിങ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുറിവ് വർഷങ്ങൾ നിലനിൽക്കും, പെട്ടെന്നൊന്നും പോവില്ല. അതായത് മറ്റൊരാളെ വിശ്വസിക്കാനോ മറ്റൊരാളെ അപ്രോച്ച് ചെയ്യാനോ ജീവിതത്തിൽ ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൂപ്പ് കുത്തും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ
ഇത്തരം പേടിയോടെ നിന്നിട്ട് കാര്യമില്ല. എനിക്കിതിലൊരു സൊല്യൂഷൻ പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ മാരേജിൽ ഇങ്ങനെ ഒരു പേടിയുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ, നിങ്ങളുടെ മക്കൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ നാസിസ്റ്റാണോ അങ്ങനെയുള്ള പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള സൈക്കോളജിസ്റ്റിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിശദമായി പരിശോധിക്കുകയും അത്ര ആളാണോ എന്ന് കണ്ടെത്താനും പറ്റും. പ്രത്യേകിച്ച് ഇക്കാലത്ത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ പേടിച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പെടൂല എന്നൊന്നും അർത്ഥമില്ല. ഏതെങ്കിലും സമയത്ത് പെടാനുള്ള സാധ്യത നല്ലോണമുണ്ട്. ഇവർക്ക് എങ്ങനെ ഒരാളെ കൊടുക്കാമെന്നുള്ളതും എങ്ങനെ അകന്ന് നിൽക്കുന്ന ആളെ അടുപ്പിക്കാനും പറ്റുമെന്നുള്ളതും ഇവർക്ക് നന്നായിട്ട് അറിയുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.